മരണാനന്തര ജീവിതമാണ് ശാശ്വതമായ ജീവിതം. അവിടെയുള്ള രക്ഷയാണ് രക്ഷ, അവിടെയുള്ള ശിക്ഷയാണ് ശിക്ഷ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ രക്ഷപ്പെടാൻ എന്താണ് ആവശ്യം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന വഹും മുഹ്തദൂൻ. 6-ാം അധ്യായം 82-ാമത്തെ വചനമാണ്. വിശ്വസിക്കണം പോരാ, ആ വിശ്വാസത്തിൽ ദുൽമ കലരാതിരിക്കണം. അപ്പൊ വിശ്വാസം എന്താണ്, അതിൽ ദുൽമ എന്താണ് എന്നറിയാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നുമോനെ, യാ ബുനയ്യ, എൻ്റെ കുട്ടി, ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. മോനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് മഹാപാതകമാണ് മോനെ. 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം 48, 4-ാം അധ്യായം 116, 5-ാം അധ്യായം 72, 39-ാം അധ്യായം 65. ഈ സ്ഥലങ്ങളിലെല്ലാം ഒരിക്കലും പൊറുക്കാത്ത പാതകം ശിർക്കാണ് എന്ന് പറയും. സ്വാഭാവികമായും ഈ ആദർശം ആര് പകർന്നു നൽകും? നമുക്ക് അനേക മുസ്ലിം സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിലേതാണ് ശരി? എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാ കിറാമിൻ്റെയും അനുയായികൾ, ഞങ്ങളാണ്. അവകാശവാദമുണ്ട്, ഷിയാക്കൾക്കുണ്ട്, റാഫിദിയാക്കൾക്കുണ്ട്, മുഅ്തസിലിയാക്കൾക്കുണ്ട്, ജഹ്മിയാക്കൾക്കുണ്ട്, ഖവാരിജികൾക്കുണ്ട്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, സുന്നി, തബ്ലീഗ് എല്ലാവരും പറയണു ഞങ്ങളുടെ വാദമാണ് ശരി എന്ന് പറയുന്നു. അവിടെ ഒരു മാറ്റുരക്കൽ അനിവാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞവരുടെ ഒരു ആദർശ സമ്മേളനം എന്ന പേരിൽ ഒരു മഹാസമ്മേളനം കടപ്പുറത്ത് നടന്നു എന്നവർ വിചാരിക്കുന്നു. അവർ ജനങ്ങളോട് വഹാബി പ്രസ്ഥാനം ഭീകരമാണെന്ന് പറയുന്നു, അതിന് ആദർശത്തിൻ്റെ പിന്തുണയില്ലെന്ന് പറയുന്നു, അവന് ദാർശനികമായ അടിത്തറയില്ലെന്ന് പറയുന്നു. സ്വാഭാവികമായും വേദഗ്രന്ഥത്താളുകളിൽ പ്രവാചക തിരുമേനിയുടെ സംഭവബഹുലമായ 23 കൊല്ലം കൊണ്ട് ജാജ്വല്യമാനമായ ചരിത്രം സൃഷ്ടിച്ച തിരുദൂതരുടെ വാചകങ്ങളിലൂടെ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ബോൾഡായി ഉറപ്പിച്ച് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച്, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, അതിൻ്റെ മാറ്റുരക്കലുകൾ ബഹുമാന്യനായ ഹുസൈൻ സലഫിയും മാലിക് സലഫിയും അതുപോലെയുള്ള ആളുകൾ ഇവിടെ പൂരിപ്പിക്കും. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? മഹാനായ ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് സുന്നത്ത് ജമാഅത്തിനെ ഫോളോ ചെയ്യുക എന്നത്. അപ്പൊ എന്താണ് സുന്നത്ത് ജമാഅത്ത്? അസ്സുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ തിരുദൂതർ ചര്യയാക്കിയത്. അപ്പൊ എന്താണ് നബിയുടെ ചര്യ? വഫീലിഹി വഖൗലിഹി വതഖ്രീരിഹി, പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ പ്രവൃത്തി, പ്രവാചകന്റെ മൗനാനുവാദം. അപ്പോ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം. നമുക്കറിയാം, ഇറാ ഗുഹയിൽ ഇഖ്റ എന്ന വാചകം കേട്ട് പദപ്പെട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകനോട് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫത്വഹിർ 74-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം. ആലസ്യത്തിന്റെ മൂടുപടങ്ങളിൽ നിന്ന് കർമ്മനൈരര്യത്തിന്റെ ഉജ്ജ്വലമായ പാതയിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാനാണ് തിരുദൂതരോട് ആവശ്യപ്പെടുന്നത്. റബ്ബിലേക്ക് ക്ഷണിക്കാനാണ്, റബ്ബിന്റെ വഹദാനിയത്തിനെ ഉദ്ഘോഷിക്കാനാണ്, ജനപദങ്ങളിൽ ജനഹൃദയങ്ങളിൽ ചിന്തയുടെ കോളിളക്കം സൃഷ്ടിക്കാനാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, ജിന്നുകളെയും മലക്കുകളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും സിഖുകാരൻ്റെയും പായ്സിയുടെയും മജൂസിയുടെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും നിരീശ്വരവാദിയുടെയും ഫ്രീ തിങ്കേഴ്സിൻ്റെയും യുക്തിവാദിയുടെയും 800 കോടി മനുഷ്യർക്ക്
എല്ലാ സൗകര്യങ്ങളും നൽകിയ പടച്ച തമ്പുരാനിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹുവിന്റെ തിരുദൂതർ വന്നത്. 23 കൊല്ലം കൊണ്ട് ആ മതത്തെ പൂർത്തീകരിക്കുകയും ലോകത്തോട് വിട പറയുന്ന ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മേഘ്നാ കാർട്ടയിൽ പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്. ഹൽ ബല്ലഅതുകും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ഈ ദൗത്യം എത്തിച്ചു തന്നില്ലയോ? ആദം അലൈഹിസ്സലാമിൽ തുടങ്ങി വെക്കുകയും ഖാത്തിമുൻ നബിയായ എന്നിൽ ഈ മതം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തിയുടെ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബതലത്തിലും വൈയക്തികവും വൈദേശികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമായ ആപാത ചൂടമേഖലകളിലുള്ള സകലമാന ദൈവിക വാചകങ്ങളെയും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നില്ലയോ, എത്തിച്ചു തന്നില്ലയോ എന്ന തിരുദൂതരുടെ ചോദ്യത്തിന് 1,00,000-ലധികം വരുന്ന സ്വഹാബത്ത് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്നു. എന്താ പ്രഖ്യാപനം? ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ആ ദൗത്യം എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ്. യാതൊരു കെട്ടിക്കുടുക്കുകളുമില്ലാത്ത തറത്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പ്രവാചക തിരുമേനിയുടെ വാചകമാണ്. ലൈലുഹാ, റസൂൽ പറയുന്നത് പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്തുൾക്കൊള്ളണം, എന്തുൾക്കൊള്ളരുത്, കാലകളുടെ കീലകളുടെ പാളക്കിതാബുകളുടെ പുരോഹിതന്മാരുടെ വാചകങ്ങളുടെ പിന്നാലെ പോകുന്നവരോട് പ്രാമാണികമായ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം, കച്ചവടം എങ്ങനെ ചെയ്യണം, കച്ചവടത്തിന്റെ നേരും നെറിയും എന്തായിരിക്കണം, രാഷ്ട്രീയത്തിന്റെ നൈതികത എന്തായിരിക്കണം എന്നെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി ലോകത്തോട് വിട പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. അവ്യക്തതകൾ എവിടെയുമില്ല, തെല്ലും ഭയചകിതമായ കാര്യങ്ങളില്ല. തറത്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന്റെ രാത്രി, സഹോദരിമാരെ ശ്രദ്ധിക്കണം, അതിന്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. പകല് സൂചി വീണാൽ കാണുന്ന പോലെ യാതൊരു കെട്ടിക്കൊടുക്കും ആ മതത്തിലില്ല. അദ്ദുനീസുറും, ആ മതം എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഹുസ്ർ. 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ, 85-ാമത്തെ വചനത്തിലും 86-ലും അള്ളാഹു ഈ തൗഹീദിന്റെ കാര്യം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹ് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹിമ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. ഈ മതത്തിൽ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കില്ല, യാതൊരു പ്രാരാബ്ധവുമില്ല. 22-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. അത്ര വെളിച്ചമേകിയ ഒരു മഹാഗ്രന്ഥം. പ്രവാചകന്റെ വഫാത്തുണ്ടായി, ലോകത്തോട് തിരുദൂതർ വിട പറഞ്ഞു. അവിടെ നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖിന്റെ 2 കൊല്ലവും 3 മാസവും 10 ദിവസവും മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ സംഭവബഹുലമായ രാജ്യത്തിന്റെ അതിർവരമ്പുകളെ വികസിപ്പിച്ച വികാസ പരിണാമങ്ങളുടെ, ഇസ്ലാമിന്റെ ജൈത്രയാത്രയുടെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ വരെ ഇസ്ലാം എത്തി നിൽക്കുന്ന മനോഹരമായ പിക്ചറിന്റെ ആ സന്ദർഭത്തിലാണ് 10 കൊല്ലത്തെ ഖിലാഫത്തുർ റാഷിദയുടെ ഖലീഫ ഉമറിന്റെ മരണശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ദൈർഘ്യമേറിയ കാലഗണന നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലം വന്നു, അന്തഛിദ്രതകൾ ഉണ്ടായി. അതുപോലെ ജൂതനായ മനുഷ്യൻ മുനാഫിക്കിന്റെ വേഷം ധരിച്ച് അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ഗാത്രത്തിനുള്ളിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ പോലെ, ഇമാം മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞ പോലെ തായ്വേരിനുള്ളിലൂടെ ചെതല് കയറാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. അലി റളിയല്ലാഹുവിനെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി അവരോധിക്കുകയും കൊണ്ടുവരികയും ഖിലാഫത്തുർ റാഷിദയുടെ കാലത്തിലെ ആദ്യ 2 ഖലീഫമാർ ആ സ്ഥാനം തട്ടിയെടുത്തു എന്ന പ്രചരണം ഉണ്ടാവുകയും ഭീകരമായ സംശയങ്ങളും കള്ള ഹദീസുകളും വാറോലകളും ഉണ്ടാക്കപ്പെടുകയും അലി റളിയല്ലാഹുവിനെ കുറിച്ച് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാനെന്ന് പറഞ്ഞാൽ ഇൽമിന്റെ പട്ടണമാണ്, അലി അതിലേക്കുള്ള വാതിലാണ്. അങ്ങനെ ഷിയത്ത് അലിയുണ്ടായി. അതുപോലെ ഖവാരിജുകളുടെ തുടക്കമുണ്ടായി. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന രൂപത്തിൽ ഇസ്ലാമിനെ നോക്കിക്കാണുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ച ആ തത്വത്തിന്മേൽ ഒരു സമൂഹം രൂപപ്പെടുകയാണ്. ആ സമൂഹത്തിന്റെ ചിന്തകൾ രൂപപ്പെടുന്നത്, ആ സമൂഹത്തിന്റെ മനഹജ് രൂപപ്പെടുന്നത് യുക്തിക്കനുസരിച്ചല്ല, ബുദ്ധിക്കനുസരിച്ചല്ല, തന്റെ താൻപോരിമകൾക്കനുസരിച്ചല്ല, കക്ഷിത്വ ചിന്തക്കതീതമായിരുന്നു അവർ. മിനല്ലദീന ഫറഖു ദീനഹും വകാനൂ ശിഅൻ കുല്ല ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. കക്ഷികളായി ഛിന്ന ഭിന്നമായി പോവുകയും അതിന്റെ പേരിൽ അഭിരമിക്കുകയും ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ടോപ്പ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന
കക്ഷിത്വത്തിൻ്റെതായ വൈകൃതങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ 30-ാം അധ്യായം 32-ലൂടെ അള്ളാഹു നമ്മളോട് ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ നിരീക്ഷിക്കുകയാണ്. അതിനപ്പുറത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എവിടെയാണോ, സച്ചരിതരുടെ സച്ചരിതങ്ങൾ എവിടെയാണോ, അത് സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം എന്താണ്? ലോകത്തൊരു പ്രവാചകൻ വരുന്നു, 23 കൊല്ലം അദ്ദേഹം ഒരു സൊസൈറ്റിയെ കാണുന്നു. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 129, 3-ാം അധ്യായം 164, 62-ാം അധ്യായം 2-ാമത്തെ വചനം. വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. ആ വഴികേടിലായിരുന്ന ജനതയെ ലോകത്ത് തുല്യതയില്ലാത്ത ഖൈറു ഉമ്മത്താക്കി പ്രവാചകൻ വാർത്തെടുത്തു. അവർക്ക് എന്തില്ല? ഉലുവില്ല. അതെ, നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്, ഒരാളെയും നിങ്ങൾ ഓവറായി വാഴ്ത്തരുത്. സ്റ്റേജിലിരുത്തി പുകയ്ത്തുമ്പോൾ ഉൾപ്പുളകമണഞ്ഞ കടപ്പുറത്തെ രാജാക്കന്മാരോട് ഞാൻ ഒരടിമയുടെ, അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ അറബിയുടെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈസാ നബിയെ വാഴ്ത്തിയതുപോലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അബദ്ധം എന്റെ പേരിൽ പറ്റരുത് എന്ന് പറഞ്ഞ് വിനയം കൊണ്ട് ഒട്ടകത്തിന്റെ പൂജയിലേക്ക് തലതാഴ്ത്തി വന്ന ആ തിരുദൂതർ പറയുകയുണ്ടായി, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചത് മതത്തിൽ ഉലുവാണ്. അതുകൊണ്ട് നിങ്ങളൊരു മധ്യമ സമുദായമാണ്. സൂറത്ത് ബഖറയിലെ 143-ാമത്തെ വചനമാണ്. 3-ാം അധ്യായം 103-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ പാശത്തെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് പറഞ്ഞത് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ട കയറാണ് അള്ളാഹുവിന്റെ പാശം. അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, സുന്നത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, സഹാബത്തിന്റെ വിശ്വാസം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ, മൻഹജു സലഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. എന്തുകൊണ്ട്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ്. സത്യവിശ്വാസികളെ നിങ്ങളോടാ അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങളോടാ അല്ലാഹു പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരി. അല്ലാഹു ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ, സഹാബത്തെ റസൂല് ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ ആമിനത്താത്താക്ക് എതിരെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, മനസ്സിൽ ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല, അവർക്ക് പിന്നീട് അവരുടെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഉമ്മ ഈ ഖുർആനിക വചനപ്രകാരം അള്ളാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്ത ഈ മനുഷ്യനെ മതി എനിക്ക് വരനായി എന്ന് ചിന്തിച്ചത് ഈ ആയത്ത് കണ്ടുകൊണ്ടാണ്. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് സൂചന കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഫലാ വറബ്ബിക്, ഫലാ വറബ്ബിക്, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ഫലാ വറബ്ബിക് ലാ യുഗ്മിനൂൻ, ലാ യുഗ്മിനൂൻ, ലാ യുഗ്മിനൂൻ. നിങ്ങൾ ഈമാനുള്ളവരാവില്ല, നിങ്ങൾ വിശ്വാസികളാവില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ, വയുസല്ലിമു തസ്ലീമാ, വയുസല്ലിമു തസ്ലീമാ. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകരുത്. എന്നാലും ഈച്ചയുടെ ഹദീസ്, എന്നാലും സംസത്തിന്റെ ഹദീസ്, എന്നാലും സിഹ്റിന്റെ ഹദീസ് അതെന്റെ യുക്തിക്ക് ഉൾക്കൊള്ളുന്നില്ലല്ലോ. എന്താ അല്ലാഹു പറയുന്നത്? ലാ യുക്മിനൂൻ, മോനെ നീ വിശ്വാസിയാവില്ല. തൊപ്പിയിട്ടത് കൊണ്ടോ, തലപ്പാവ് ധരിച്ചത് കൊണ്ടോ, താടി നീട്ടിയത് കൊണ്ടോ റസൂലുള്ളാഹിന്റെ ഒരു വചനത്തെ നീ വിമർശിച്ചുവെങ്കിൽ ഇല്ല, നിനക്ക് രക്ഷയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നീ ഈമാനുള്ളവനാവില്ല എന്നാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലത് കൈ കൊണ്ട് ഭക്ഷിക്ക്, വലത് കൈ കൊണ്ട് കുടിക്ക്, ഞാൻ ഇടത്തെ കൈ കൊണ്ട് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് എങ്കിലാ വലത് കൈ ഇനി നിനക്ക് ആവശ്യമില്ല. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ നതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. സ്വർഗ്ഗം ആഗ്രഹിക്കാത്ത ആരായി സദസ്സിൽ, നരകത്തുനിന്ന് മോചനം നേടാൻ വിചാരിക്കാത്ത ആരായി സദസ്സിൽ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്ത് പോകും, വിസമ്മതിച്ചവരൊഴികെ. നബിയുടെ സുന്നത്ത് വേണ്ട എന്ന് വെച്ചവർ,
നബിയുടെ സുന്നത്ത് എനിക്ക് വേണ്ട എന്ന് വെച്ചവർ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരു വചനം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഖുർആനിന്റെ 5-ാം അധ്യായം മനസ്സിരിച്ച് വായിക്കണേ. 104-ാമത്തെ വചനം. അതിലെന്താ പറയണെന്നറിയോ? അല്ലാഹ് പറയണ വൈദാ ഖീല ലഹും തഅലൗ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് വരൂ. നേർക്കുനേരെ അല്പം ശാന്തമായി അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് വരൂ. പ്രവാചക തിരുമേനിയുടെ ചല്യയിലേക്ക് വരൂ. ആ മാതൃകയിലേക്ക് വരൂ എന്നവരോട് പറയപ്പെട്ടാൽ കാസർകോട്ടിലെ പട്ടളയിലെ ചില ആളുകൾ, പാരമ്പര്യവാദികൾ എന്താ പറയണറിയോ? അല്ലാഹ് പറയാട്ടോ, ഞാൻ പറയല്ല, അല്ലാഹ് പറയാ. കാലു മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളുടെ ഉപ്പമാരിങ്ങനല്ല, നിങ്ങൾ പറയുന്ന പോലെയല്ല. ഞങ്ങളുടെ കാരണവന്മാരിങ്ങനെയല്ല. അവരെങ്ങനെയാ? അവര് ഹദ്ദാദ് നടത്തിയവരാ, അവര് നേർച്ച നടത്തിയവരാ, ഞങ്ങൾക്കത് മതി. അപ്പൊ അല്ലാഹ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. നിന്റെ ഉപ്പാക്ക് വിവരല്ല, നിന്റെ ഉപ്പാക്കട്ട് ഹിദായത്തും കിട്ടിയില്ല, എങ്കിലും നിനക്കത് മതി എന്നാണോ നീ പറയുന്നത്? ഒന്ന് ആലോചിച്ചേ. ഒരു മുജാഹിദിനോട്, ഒരു സലഫിയോട്, ഒരു വിസ്തക്കാരനോട് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു വിഷയമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സമീന വഅതഅന എന്നാണ്. സൂറത്ത് നൂറില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഗൗരവമായി പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? സൂറത്ത് നൂറ് വായിക്കുന്നതിന് മുമ്പ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക്, റസൂലിലേക്കും. അപ്പൊ ഖുർആൻ മാത്രം പോരാ, സുന്നത്ത് വേണം. ഖുർആൻ മാത്രം പോരാ, സുന്നത്ത് വേണം. അതിന് ഉപോത്ബലകമായ ഒരു ഖുർആനിക വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാം അധ്യായം 24-ാമത്തെ വചനം സൂറത്ത് അൻഫാൽ. ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ഒരു വചന. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് ഒന്നുകൂടി ചിന്തിക്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവസുറ്റതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ആര്? അള്ളാഹുവിലേക്ക്, റസൂലിലേക്കും നിങ്ങളെ വിളിച്ചാൽ, അല്ലാഹ് പറയുന്നു, റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങളെ വിളിച്ചാൽ, ഇതാ ഹദീസ് പ്രകാരം ഇങ്ങനെയാ, അങ്ങനെയില്ല, മരിച്ചെടുത്ത് ഖുർആൻ ഒത്തില്ല, ഇതാ ഖുർആനിൽ ഇങ്ങനെയുള്ളത്, ഹദീസിൽ ഇങ്ങനെയുള്ളത്, അവിടെ നിങ്ങളാ ചെയ്യുന്ന തെൽക്കീൻ അതില്ല. കാരണം നബിയുടെ സുന്നത്തിലില്ല. നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന മുത്തുനബി ചെയ്തിട്ടില്ല, നബി കൂടായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സന്ദർഭം ഇതല്ല, ദാ ഹദീസിൽ ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനെ നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഇസ്തജീബൂ ലില്ലാഹ്, അല്ലാഹു റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം. അല്ലെങ്കിലോ വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഹൃദയത്തിനിടയിൽ മറടും. ഇത് സൂക്ഷിക്കണം. ഇത് ഹദീസിനെ നിഷേധിച്ചു തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കാന്നറിയോ? അയാളെ കൽബിലേക്ക് എത്ര ശക്തമായ, നമ്മൾ ചിലപ്പം വിചാരിക്കൂലേ, ഇത്ര പത്തര മാറ്റ ഹദീസ് ഉണ്ടായിട്ട് എന്താ അവരിങ്ങനെ ചെയ്യണത് എന്ന്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം പറയുന്നുണ്ട്. അതെന്താ? സൂറത്ത് നൂറിലെ 47-ാമത്തെ വചനം നിങ്ങൾ നോക്കിക്കേ. 24-ാം അധ്യായമാണ്. 24-ാം അധ്യായത്തിൽ അല്ലാഹ് പറയാണ്, കുറേ കാലം ഖുർആനും സുന്നത്തും ഒക്കെ അംഗീകരിക്കും, പിന്നെ കുറേ കാലം മുന്നോട്ട് പോയാൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസതു ഖുലൂബുഹും പറഞ്ഞില്ലേ സൂറത്ത് ഹദീദിന്റെ 16-ൽ. അതുപോലെ ഒരു കാലം വന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും? കേട്ടോളൂ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. വയഖൂലുന ആമന്നാ ബില്ലാഹ് വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അർത്ഥം ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ടോ, കാരണം ഇത് സ്വർഗനരകങ്ങളെ മുൻനിർത്തിയുള്ള പ്രഭാഷണമാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ അവർ പറയുന്നു? ആര്? ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം, അതാ ഉദാഹരണം മർക്കസുദ്ദാവ, ഞാൻ ഇത് വെറുതെ പറയല്ല, അല്ലാഹ് അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. എന്തോലെ പ്രശ്നം? അതല്ല പറയാ, വൈദാ ദൂ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഗ്രിദൂൻ. അതായത് 2002 വരെ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൽക്ക് വിഷയമല്ല. ആ ബുഖാരിയിൽ ഉണ്ടല്ലേ, അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പൊ ചോദിക്കണ എന്തറിയോ? ബുഖാരിയിലല്ലേ, ഖുർആനിലല്ലല്ലോ. ഇതാ വ്യത്യാസം. അല്ലാഹ് പറഞ്ഞു തരാ, 14 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ ചില വിഭാഗം ഉണ്ടാവും. ഇതാ ആ ഹദീസ് പത്തര മാറ്റാണ്, മുത്തവാത്തിറാണ്. നാലുണ്ട് യുക്തിക്ക്. ഈച്ചൻ്റെ ഒരു ചിറകിൽ ഔഷധവും ഒരു ചിറകിൽ രോഗാണും. എനിക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കറിയോ, കൊളറാഡോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ ഷഡ്പഥ വിജ്ഞാനിയം വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ ഇപ്പോൾ ഈ കസേലയിൽ ഇരുന്നിട്ട് കൊളറാഡോ യൂണിവേഴ്സിറ്റി എന്നൊന്ന് അടിച്ചു കൊടുത്തേ.
അതിലെ ഷഡ്പഥ വിജ്ഞാനി അടിച്ചു കൊടുത്തേ, ഈച്ചയുടെ ചിറകിൽ ഔഷധമുണ്ടോ, ഈച്ചയുടെ ചിറകിൽ ഓയിൽമെന്റ് ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ റസൂലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ ഈച്ചയുടെ ആ ഹദീസ്. അതിനെ നിഷേധിക്കുക. എന്നാൽ വിഷ്ടത്തെക്കുറിച്ച് അള്ളാഹു പറയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും വിഷ്ടത്വം അന്നുണ്ടോന്ന്? ഇല്ല, വിഷ്ടത്തിന്റെ ക്വാളിറ്റി പറയാ അള്ളാഹു. അതെന്താ, അങ്ങനെ ആണോ എന്ന് നമ്മളും പരിശോധിക്കുക. അതെന്താണത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ. നോക്കൂ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാ വിജയിച്ചവര്? ആരാ വിജയിച്ചവര്? കേട്ടോളൂ. തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി റസൂല് അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ വാക്ക് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദ്യം ചെയ്യൂല, ഞങ്ങൾ ധിക്കരിക്കൂല, ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളൂല എന്ന് പറയില്ല, അതൊന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയില്ല.